ഹായ് സുഹൃത്തുക്കളെ, ഒരു അതിഭയാനകമായ ഒരു സംഭവമാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ പാവം കെട്ടിയുള്ള ഇത്തിരി ചോര എടുക്കുമ്പോഴുള്ള റിയാക്ഷൻസാണ്. ഒരു രക്ഷയില്ല. ഇത് കണ്ടിട്ട് ചിരിക്കാണെന്ന് തോന്നുന്നു, അല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാൻ തോന്നുന്നില്ല. നിങ്ങൾ തന്നെ അത് കണ്ടിട്ടൊന്ന് അഭിപ്രായങ്ങൾ പറയണേ. നൈസ് ഭാര്യ, നിങ്ങൾ നോക്കിയേ, നോക്കട്ടെ. അങ്ങനെ തന്നെ. അത് പൊളിച്ചിട്ടുണ്ട്. നല്ല റിയാക്ഷൻസ്. എന്താലേ, ഒരു തുള്ളി രക്തം എടുക്കുന്നതിനാണ് ഈ കാണിക്കുന്നത്. ഇതൊക്കെ ഞങ്ങൾക്ക് കണ്ടിട്ട് എന്താ ഒന്നും പറയാൻ തോന്നില്ല. പാവം എൻ്റെ കെട്ടിയോളെ, അല്ലയോ, വിഷമിക്കേണ്ട കെട്ടിയോളെ, എല്ലാം ശരിയോടി. പാവം എൻ്റെ ഭാര്യ ഒരു രക്തം എടുത്തപ്പോൾ ഇത്രയും ക്ഷീണിച്ചു പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കഴിഞ്ഞ് രക്ഷപ്പെട്ടു. ഇന്നിപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോഴേ ഡോക്ടർ പറഞ്ഞു ഇന്ന പോലെ തലവേദനയാണ് വൈഫിന്. അപ്പോൾ മൈഗ്രെയിൻ്റെ തലവേദന കാണിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ പറഞ്ഞു ഒന്ന് ബ്ലഡ് ടെസ്റ്റ് മറ്റേ തൈറോയിഡ് എന്നൊക്കെ ഒന്ന് നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ കൊണ്ടുപോയപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴുള്ള അംഗങ്ങളാണ് ഈ കാണുന്നത്. കുഴപ്പമൊന്നുമില്ല, ബ്ലഡ് ടെസ്റ്റിൽ കൊളസ്ട്രോളൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, വലിയ പ്രശ്നമില്ല. എന്നാലും കുഴപ്പമില്ല, എന്തായാലും ടെസ്റ്റ് റിപ്പോർട്ട് കിട്ടി, വലിയ പ്രശ്നമൊന്നുമില്ല, മൈഗ്രെയിൻ്റെ തലവേദന തന്നെയാണെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോഴേക്ക് പ്രഷറൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അത് നോക്കിയപ്പോഴോ സാധാരണ അവളുടെ ബി പി ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചൂടാകുന്ന കണ്ടപ്പോൾ എൻ്റെ വിചാരം അത് കുറച്ച് കൂടുതലായിരിക്കും എന്ന് വിചാരിച്ചു. നോക്കിയപ്പോൾ ആകെ ഉള്ളത് 70, 110 ഈ റേഞ്ചിലൊക്കെ ഉള്ളൂ. വളരെ കുറവാണെന്നാണ് പറഞ്ഞത് ബി പി. പക്ഷേ ഈ ബി പി കുറയുമ്പോഴും ഇങ്ങനെ ഭ്രാന്ത് കൂടുന്നു എനിക്ക് അറിയില്ലായിരുന്നു. ഡോക്ടർ പറയുക കഴിഞ്ഞ ദിവസം ബി പി കുറവാണെന്ന് പറഞ്ഞപ്പോൾ ബി പി കുറഞ്ഞു കഴിഞ്ഞാലും ദേഷ്യം ഭയങ്കരമായിട്ട് കൂടുന്നു. അതിൻ്റെയാണെന്ന് എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായി. എന്താ ചെയ്യല്ലേ. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കെട്ടിയോൾക്ക് വിശക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ തമ്പുരുമോളെ പാട്ട് പഠിപ്പിക്കാൻ വിട്ടിട്ടുണ്ടായിരുന്നു. പാട്ട് പഠിപ്പിച്ച് കറക്റ്റ് ടൈമിന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ ആര്യാസിൽ കയറി. അവൾക്കൊരു മസാല ദോശയും തമ്പുരുവിനും അച്ചുവിനും ഓരോ നെയ്റോസ്റ്റും എനിക്കൊരു പ്ലെയിൻ ദോശയും ഓരോ കാപ്പിയും ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോകും. മസാല ദോശ എങ്ങനെയുണ്ട്? തമ്പുരോ നെയ്റോസ്റ്റോ? ആക്രാന്തം കാണിച്ചിട്ട് പ്ലെയിൻ ദോശ വേണമെന്ന് പറഞ്ഞവനാണ്. എന്നിട്ട് പകുതി പോലെ അവന് തിന്നാൻ പറ്റിയില്ല. അത് കഴിയുമ്പോഴേക്കും ഇവിടെ ഗംഭീര മഴ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ബാക്കി വേറെ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം.